കഴിഞ്ഞ ദിവസം ഒരാളുടെ അനുഭവം കേട്ടതാണ്. അമ്മേനെ ചികിത്സിക്കാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. ചികിത്സയൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജിന്റെ സമയമായപ്പോ ഉമ്മാനെ കൊണ്ടുപോകാൻ ആരുമില്ല. ഡിസ്ചാർജ് ആയി പോണല്ലോ, ഡിസ്ചാർജ് ആക്കാനും പൈസ അടക്കാനും കൊണ്ടുപോകാനും ആരുമില്ല. അവസാനം ഹോസ്പിറ്റൽ അധികൃതർ എന്ത് ചെയ്തു? അമ്മേനെ കൊണ്ടുപോയി ഒരു തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ഉമ്മയോട് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മക്കളെയൊക്കെ വിളിച്ചു വരുത്തിയപ്പോ 4 കുട്ടികളുണ്ട്. 4 മക്കൾ, അച്ഛനില്ല. ഈ 4 മക്കളെ അമ്മയാ വളർത്തി വലുതാക്കിയത്. മൂത്ത മോൻ പറഞ്ഞു, ഉമ്മാനെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ, കാരണം മോൻ SSLCക്ക് പഠിക്കാണ് എന്ന്. മൂത്തോനെ 10ാം ക്ലാസ് പഠിക്കാം. 10ാം ക്ലാസ് പഠിക്കണ മോനുള്ളോണ്ട് ഈ ഉമ്മാനെ ഒരേ കൊണ്ടുപോകാൻ പറ്റൂല, ഓന്റെ പഠിത്തം കൊള്ളാവൂന്ന്. ആലോചിച്ചോക്കി, മോന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അല്ലെ. കുട്ടിക്ക് അക്ഷരാഭ്യാസം ലഭിക്കാനുള്ള, പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി ഉന്നത നിലയിൽ എത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഓന്റെ വല്യമ്മാനെ, പ്രായമായ ഉമ്മാനെ ഒരാളുടെ സഹായമില്ലാതെ, പരസഹായമില്ലാതെ ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ആ പാവം പിടിച്ച ആ പെണ്ണില്ലേ, അതിനെ വീട്ടിൽ കയറ്റാൻ പറ്റാതെ, മകന് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുക്കണ ഉമ്മയും വാപ്പയും. കുട്ടി കാണുന്നത് എന്താ പ്രിയപ്പെട്ടവരെ? ഓൻ പഠിക്കും, 10ാം ക്ലാസ് ഫുൾ A+ ഒക്കെ വാങ്ങും, +1 +2 ഫുൾ A+ വാങ്ങും, എൻട്രൻസ് എഴുതി ഡോക്ടർ ആകും. നാളെ ഈ വാപ്പയും ഉമ്മയും വയ്യാതെ കിടക്കുമ്പോ അവന്റെ ഹോസ്പിറ്റലിൽ നിന്നേ മണി ഓർഡർ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തു കൊടുക്കും. എന്ത്? ഉമ്മാനെ നോക്കാനുള്ള ഹോം നേഴ്സിന്, അല്ലെങ്കിൽ വാപ്പാനെ നോക്കാനുള്ള ഹോം നേഴ്സിന്. പഴുത്തില ചാടുന്നത് കണ്ട് പച്ചില സന്തോഷിക്കേണ്ട പ്രിയപ്പെട്ടവരെ. പഴുത്തില നെട്ടറ്റ് വീഴുന്നത് കണ്ട് പച്ചില സന്തോഷിക്കേണ്ടതില്ല. ഒരിക്കൽ ഈ പഴുത്തിലയും പച്ചിലയായിരുന്നു. ഞാനും ഒരിക്കൽ പഴുക്കുക തന്നെ ചെയ്യും. കാലം തന്നെയാണ് സത്യം. ഞാൻ എന്താണോ ചെയ്യുന്നത് അതേ എനിക്ക് തിരിച്ചു തരികയുള്ളൂ. രണ്ടാമത്തെ മോൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനും എന്റെ ഭാര്യയും ജോലിക്കാരാ, ഞങ്ങക്ക് ജോലി ഉണ്ടേ, ജീവിക്കണമെങ്കിൽ 2ആളും ജോലി ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ഉമ്മാനെ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന്. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ, ഗവൺമെന്റ് ജോലി ലഭിക്കുന്ന തരത്തിൽ ആ കുഞ്ഞിനെ പ്രാപ്തനാക്കിയ, ഒടുവിൽ ഒരു ജോലിക്കാരിയെ കൊണ്ട് തന്നെ എന്റെ മകൻ കല്യാണം കഴിക്കണം, അവന്റെ ജീവിതം എന്തുകൊണ്ടും ഏതുകൊണ്ടും അവന് എല്ലാ തരത്തിലും സംതൃപ്തനാവണമെന്ന് ആഗ്രഹിച്ച, നിർബന്ധം പിടിച്ച് അവന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആ ഉമ്മാനെ ഒരിക്കലും വേണ്ടാന്ന്. ഞങ്ങൾ 2പേരും ജോലിക്കാരാ, ഉമ്മാനെ വേണ്ടാന്ന്.